ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുള്ളത് നമ്മുടെ 2026 ജാനുവരി പ്ലാനർ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫോൺ നല്ല ഉഷാറായിട്ട് തന്നെ വീണുപോയി. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പറയാം. ഞാൻ അത് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ വീഡിയോയിൽ വരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല. സോ ഫസ്റ്റ് പേജിൽ തന്നെ ഞാൻ ഇങ്ങനെ ബിഗിൻ വിത്ത് ബിസ്മില്ല അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 2025 ലാസ്റ്റ് ഡേയിൽ ഒരു ലെറ്റർ എഴുതണം. പിന്നെ ഇതാ ഞാൻ റെസൊല്യൂഷൻസ് എഴുതാൻ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാനുവരിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ സംഭവങ്ങളില്ലാതെ സ്റ്റാർട്ടാക്കുന്നത്. ഇത് നമ്മുടെ ജാനുവരി കലണ്ടറും ഗോൾസും അച്ചീവും ഇവൻസും എല്ലാതും എഴുതാനുള്ള ഒരു കുട്ടി സ്ഥലമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഈ ജാനുവരീൻ്റെ ഈ ഒരു കലണ്ടറിൽ നിന്നിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നമ്മുടെ ഒരു മന്ത് നല്ലോണം ഓർഗനൈസ് ആക്കി വെക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ വീക്ക്ലി പ്ലാനർ, ഇയർ പ്ലാനർ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പലരും ചെയ്യാറുണ്ട്. ഞാനിവിടെ ഒരു മന്ത്ലി പ്ലാനറാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ഒക്കെ വരെയല്ലേ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. പിന്നെ ഇതിന് മുമ്പത്തെ എൻ്റെ പ്ലാനറൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പക്ഷേ ആ പ്ലാനർ ബുക്ക് ഇന്നലെ കാണാതായി. ഇന്നലെ യൂസ് ചെയ്തിട്ട് എവിടെ വെച്ചെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അതാണ് പ്രശ്നം. എന്തായാലും നിങ്ങൾ പറ. അപ്പോൾ ഞാൻ ഇതേപോലെ ജാനുവരി എന്നൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കലണ്ടറും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എയർപോർട്ടിൽ സോങ് ഇട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കും. ഇത് മറ്റേ ഈ ഒരു പാട്ടാണ്. ഇതെനിക്കിപ്പോൾ നല്ല പേർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും കേട്ട് മടുത്തു അത്. കാരണം ഷോർട്സ് തുറന്നാൽ ഫുള്ള് അത് തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പം എന്തായാലും അത് ആണ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഞാൻ കലണ്ടറിൻ്റെ ബാക്കിയൊക്കെ ചെയ്യാണ്. പിന്നെ ഞാൻ അതിൻ്റെ താഴെ കുറേ സ്പേസ് ഉണ്ടായപ്പോൾ ഞാനൊന്ന് എഴുതണം. അതെന്താ എഴുതണമെന്ന് വെച്ചാൽ 3 words better than I love you is I did it എന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫയലിലൊക്കെ ഒന്ന് കണ്ടാലോ. ഇതിനെ എറേസ് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഗോൾസൊക്കെ ഒന്ന് ചെയ്യാം. ഗോൾസ് ഓഫ് ജാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതുന്നുള്ളത്. ആ ഒരു സ്പേസിൽ നമുക്ക് ജാനുവരിയിൽ എന്തൊക്കെ ഗോൾസ് ഉണ്ടോ അതെല്ലാതും എഴുതി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ജാനുവരി കംപ്ലീറ്റ് ആകുമ്പോൾ അത് അച്ചീവ് ചെയ്തോ എന്നൊക്കെ നോക്കാം. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് നെക്സ്റ്റ് മന്തിലോട്ട് ചെയ്യാവുന്നതാണ്. അത്രയ്ക്ക് വലുതൊന്നും ഞാൻ അതിൽ ചെയ്യാറില്ല കേട്ടോ. എഴുതാറില്ല. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വിഷ് ലിസ്റ്റാണ് ഉള്ളത്. അപ്പോൾ വിഷ് ലിസ്റ്റിൻ്റെ ബോക്സ് ഒന്നിങ്ങനെ വരച്ചെടുക്കുകയാണ്. പിന്നെ വിഷ് ലിസ്റ്റ് കഴിഞ്ഞിട്ട് അച്ചീവ് ആണ് കേട്ടോ എഴുതാനുള്ളത്. നമ്മൾ അച്ചീവ്മെൻറ്റ്സൊക്കെ അവിടെ എഴുതി കൊടുക്കണം. പിന്നെ ഏറ്റവും താഴെ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം, എക്സാം ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. അതെല്ലാതും എഴുതി കൊടുക്കാനുള്ള ഒരു കുട്ടി സ്പേസും കൂടിയാണ് അത്. അപ്പോൾ ഇവൻറ്റ്സിൻ്റെ പേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. നെക്സ്റ്റ് പേജിൽ നമ്മുടെ മൂഡ് ട്രാക്കറാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൽ നമ്മൾ ഓരോ ദിവസത്തെ മൂഡ് അനുസരിച്ചിട്ടിട്ട് കളർ ചെയ്യാനും വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കളർ ചെയ്തെടുക്കണം. മൂഡ് ട്രാക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ ആ മന്തിൻ്റെ ലാസ്റ്റ് നമ്മൾ എത്രമാത്രം ഹാപ്പി ആയി നോക്കാം. അപ്പോൾ മൂഡ് ട്രാക്കർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉള്ളത് ഹാപ്പി ട്രാക്കറാണ്. ഹാപ്പി ട്രാക്കർ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ നമ്പർ പെൻസിലോണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അവിടെ പോയി ഇട്ടു. പിന്നെ എന്താ ചെയ്യാനും വേറൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതിലൊന്നും ചെയ്തില്ല, അതിൽ മാത്രം ഇങ്ങനെ ആക്കി. പിന്നെ ഫോണിൽ ചാർജ് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയായി എന്നൊന്ന് നോക്കാം. ഇതിൽ ഒരു മിസ്റ്റേക്ക് അതെങ്ങനെ വെച്ചാൽ ഫസ്റ്റ് ഞാൻ കറക്റ്റ് ആക്കിയിട്ട് തന്നെ എഴുതി. പിന്നെ പിൻട്രസ്റ്റിൽ അത് നോക്കിയപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഏതാ പിടി കിട്ടിയില്ല. അപ്പോൾ അത് പിന്നെ അതാ ഞാൻ യൂട്യൂബിൻ്റെ ഒരു ട്രാക്കറും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കളർ ചെയ്തിട്ടൊന്ന് കണ്ടാലോ. So thanks for watching. Do subscribe.